1001 ഓണകൾ കണ്ടിട്ട് ആസിക്ക് ഒരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുറച്ച് സംസാരിച്ചു. പുള്ളിക്ക് 1001 ഭയങ്കര ഇഷ്ടമായി. ഇത്തരത്തിലുള്ള നല്ല പരിപാടി നമുക്ക് ഒരുമിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ സർക്കിട്ടിൻ്റെ സ്ക്രിപ്റ്റും ഉണ്ട്. പക്ഷെ അത് ആരെ വെച്ചിട്ടാണെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ ആസിക്കാനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ വേറൊരു കഥ ഉണ്ട് പറയട്ടെ എന്നിട്ട് ഈ കഥ പറഞ്ഞു. പുള്ളിക്ക് കഥ ഇഷ്ടമായപ്പോൾ പുള്ളി പറഞ്ഞു ഞാനിത് ചെയ്യാമെന്നുള്ളതായിരുന്നു. ആ സമയത്ത് ആസിക്ക തലവനൊക്കെ അഭിനയിക്കുന്നത്. അപ്പം വലിയ മീശയൊക്കെ വെച്ചിട്ട് ഭയങ്കര. അപ്പോൾ പിന്നെ എനിക്കൊരു പേടി വരാൻ തുടങ്ങി. അയ്യോ, ഞാൻ കണ്ട അമീറിന് ഒരു 27 വയസ്സും ഭയങ്കര യങ്ങുള്ളൂ. ഇപ്പോൾ ആസിക്ക ഭയങ്കര വലിയ ആളായിട്ടുണ്ട്, കൂമനൊക്കെ ഇറങ്ങി അങ്ങനെയുള്ളൊരു സമയമാണ്. പക്ഷേ ആസിക്ക എന്നുള്ള ആക്ടർക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനുള്ള ബോഡി ഫ്ലെക്സിബിലിറ്റിയും ഞാൻ എന്നിട്ട് വേറൊരു പരിപാടിയിൽ ആ മീശയൊക്കെ എടുത്ത് കളഞ്ഞ് ഭയങ്കര ചെറുപ്പമായിട്ടും തോന്നി. അപ്പോൾ അത് പിന്നെ ആദ്യത്തെ ഇമോഷൻ പരിപാടികളൊക്കെ എലിവേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ആസിക്കാണ്. എനിക്ക് തോന്നുന്നത് സിനിമയ്ക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ചർച്ചയായിട്ടുള്ളതും എനിക്ക് ഓർമ്മയുണ്ട് എല്ലാ റിവ്യൂകളുടെ ടൈറ്റിലും ഇങ്ങനെയാണ്, ആസിഫ് അലി എലിവേറ്റ് താമർ സർക്കിട്ട് എന്ന്. അപ്പോൾ അമീറായിട്ട് പിന്നെ പുള്ളി അങ്ങ് ജീവിക്കുകയും പുള്ളി ആ ഇമോഷൻ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി അപ്പുറത്തേക്ക് ഡെലിവറി ചെയ്യാനൊക്കെ പറ്റിയപ്പോഴാണ് അതങ്ങനെ കോംപ്ലിമെൻ്റായി വന്നിട്ടുള്ളത്.